നിങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങൾ, മൊബൈൽ ഫോൺ ആകട്ടെ, വാഷിംഗ് മെഷീൻ ആകട്ടെ, ഇലക്ട്രോണിക് സാധനങ്ങൾ എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോലും ചോദിക്കാതെ അതിൻ്റെ കൂടെ എന്തും കൂടി തരും? കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ ചെറിയ കൈപ്പുസ്തകം. അതിൻ്റെ അകത്ത് എന്താണ്? ഒന്നും വായിക്കാറില്ലല്ലോ, അതിലും ബുദ്ധിയുള്ളതുകൊണ്ട്. ഈ മിഷൻ ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞൻ അതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് കൃത്യം എത്ര വോൾട്ട് കറണ്ട് കൊടുക്കണം, എത്ര ഇത് ഉപയോഗിക്കണം, എത്ര സമയം ഉപയോഗിക്കണം, എന്ത് ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെച്ചേക്കാൻ. ആ സൃഷ്ടിച്ചവനല്ലേ അറിയാൻ പറ്റുള്ളത്. ആ സൃഷ്ടിച്ചവൻ എഴുതി തന്നേക്കണ കാറ്റലോഗാണത്. നമ്മൾ നോക്കാറില്ല. അത് നോക്കാണ്ട് നമ്മൾ തോന്നിയ പോലെ ഉപയോഗിച്ചാൽ എങ്ങനെ ഉണ്ടാവും? മൊബൈലിൽ ചാർജ് ഇത്തിരി സ്ലോ ആണല്ലോ, എന്നാൽ 12 kV കമ്പി ഉണ്ടല്ലോ, അതിൽ കൂടി ഇങ്ങോട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയായിരിക്കും അവസ്ഥ? അതിന് ദൂരം വേണമെന്നുള്ളത് ഉണ്ടാക്കിയവൻ അറിയാൻ പാടുള്ളൂ. അത് നോക്കിയിട്ട് വേണം ചാർജ് ചെയ്യാൻ. ശരിയല്ലേ? ഇത്രയുള്ളൂ. ഇപ്പം മറ്റേ വേറൊരു കഥ ഡാനിയലച്ചൻ പറയുമല്ലോ, ഫ്രിഡ്ജ് ഡാനിയലച്ചൻ. എന്തൊരു ക്ലാരിറ്റിയാണ് പുള്ളി പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ? ഫ്രിഡ്ജ്, അതായത് ഫ്രിഡ്ജ് 2 ലക്ഷം രൂപയുടെ ഫ്രിഡ്ജ് മേടിച്ച്, എന്നിട്ട് ഫ്രിഡ്ജ് എന്തിനുള്ളതാണ്? തണുപ്പിക്കാനുള്ളത്. അപ്പോൾ ഇയാൾ 2 ലക്ഷം രൂപ അടിപൊളി ഫ്രിഡ്ജ് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചേക്കാണ്. അപ്പോഴാണ് പിറ്റേ ദിവസം ഭയങ്കര ചൂട്, നമുക്ക് ഭയങ്കര ചൂടാണല്ലോ, ചൂടെടുത്തിട്ട് ഇയാൾക്ക് ഇരിക്കാൻ പറ്റണല്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്ത് ഫ്രിഡ്ജ് അങ്ങോട്ട് തുറന്നിട്ട്, അത് തണുക്കുന്ന സാധനമല്ല, തണുപ്പ് ഇങ്ങോട്ട് കിട്ടട്ടെ എന്ന് ഓർത്തിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജ് അടിച്ചു പോയി. സ്വാഭാവികമല്ല. അപ്പോൾ ഇയാൾ കമ്പനി ചെയ്തേക്കണം, ഞാൻ ഇന്നലെ മേടിച്ച ഫ്രിഡ്ജ്, 2 ലക്ഷം രൂപക്ക് മേടിച്ച ഫ്രിഡ്ജ് ഇത് ഇന്ന് കംപ്ലൈൻ്റ് ആയിരിക്കുന്നു, നിങ്ങൾ എന്ത് കമ്പനിക്കാരാണ്, എനിക്കിത് തിരിച്ചു തരണം എന്നോട് ഭയങ്കര തർക്കം. അപ്പോൾ ഇവർ ഞെട്ടിപ്പോയി. ഇത്രയും നല്ല ഫ്രിഡ്ജ് ഒരു ദിവസം കൊണ്ട് കംപ്ലൈൻ്റ് ആകില്ല. അവർ തർക്കിക്കാൻ തുടങ്ങി. അപ്പോൾ ഇയാൾ സമ്മതിക്കില്ല. ഇല്ല, ഞാൻ ഇന്നലെ മേടിച്ചല്ലേ, ബില്ല് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഞാൻ വന്ന് മേടിച്ചല്ലേ, കാശടച്ചല്ലേ, ബില്ല് ഇവിടെ ഉണ്ടല്ലോ, എന്നിട്ട് ഇന്ന് ഒരു ദിവസം കഴിയപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞു. ഇവരിങ്ങനെ പ്രശ്നം. അപ്പോൾ ചോദിച്ച്, താങ്കൾ എന്താ ഇത് ചെയ്തതെന്ന് ചോദിച്ചു. അത് പിന്നെ എന്ത് ചെയ്യാനാണ്, ഇതെന്തിനുള്ളതാണ്? തണുക്കാനുള്ളതല്ലേ. എൻ്റെ മുറിയിൽ ഞാൻ ഇരിക്കുമ്പോൾ ഒടുക്കത്തെ ചൂടായിരുന്നു, അപ്പോൾ തണുക്കാൻ വേണ്ടി അത് തുറന്നിട്ട്, അത് തണുക്കാനുള്ളതാണ്. പക്ഷെ അതിൻ്റേതായ ഒരു സിസ്റ്റം ഉണ്ട്. നമ്മളെ സൃഷ്ടിച്ചത് ദൈവമാണ്, നമുക്കൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് വേണം പോകാൻ. നമുക്ക് തോന്നിയ പോലെ പോയിട്ട് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കാര്യമുണ്ടോ? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ കൗൺസിലിങ്ങിന് നിങ്ങൾ പോകാറില്ലേ? കൗൺസിലിങ്ങിന് പോയിരിക്കുമ്പോൾ എന്ത് കിട്ടും? അതായത് നമ്മൾ മുമ്പിൽ പോയിരിക്കണം. ഇപ്പം എനിക്ക് അനുഭവമുണ്ട്. നമ്മൾ അടുത്തൊരാൾ കൗൺസിലിങ്ങിന് വന്നിരിക്കാൻ നേരത്ത് അയാളുടെ പഴയ കഥയൊക്കെ നമ്മൾ പറയൂല്ലേ പറഞ്ഞു തരുമല്ലോ. അത് ആര് പറഞ്ഞു തന്നെ? ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അത് പറ ഏത് പറയാൻ, എനിക്കൊരു പിടുത്തമില്ല. ഇവർ ആദ്യമായിട്ട് വന്നിരിക്കണേ. അപ്പം പറഞ്ഞു കഴിയുമ്പോൾ അവർ അച്ഛനെങ്കിൽ അങ്ങനെ അറിഞ്ഞ് വായം വിളിച്ചിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? സത്യമല്ലത്. ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഞാനിതെവിടെ നിന്ന് അറിഞ്ഞ്? കർത്താവ് കാണിച്ചു തന്നെയല്ലേ. എൻ്റെ അർത്ഥം എന്താ? അവരുടെ ജീവിതം മുഴുവനും ഒരാൾ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. നമ്മുടെ ഓരോ സെക്കൻഡ് ആര് കണ്ടുകൊണ്ടിരിപ്പുണ്ട്? അപ്പോൾ കൗൺസിലിംഗ് ഞാൻ നിർത്തിക്കളഞ്ഞു. കാരണം ഒന്നാമത് സമയമില്ല. പിന്നെ എനിക്ക് ദേഷ്യം തോന്നിയ കാര്യം എന്ന് പറയും, നമ്മൾ ഈ കൗൺസിലിംഗ് വന്നിരിക്കാൻ നേരത്ത് കർത്താവ് ഇവരുടെ ജീവിത സങ്കടങ്ങൾ കാണിച്ചു തരും. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ അവർ ഓക്കെ. എൻ്റെ സങ്കടം എന്താണെന്നറിയോ? ഇപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് വന്നിരിക്കും. ചേച്ചി സൂപ്പറാണ്, പോട്ടെ. ചേച്ചി എൻ്റെ അടുത്ത് വന്ന് കൗൺസിലിംഗ് വന്നിരിക്കുക. ആരും പറഞ്ഞിട്ട് ഞാനില്ല. ചേച്ചി എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്നിരിക്കുക. അപ്പോൾ ചേച്ചിയുടെ 55 വർഷം മുമ്പുള്ള, 55 വയസ്സില്ലല്ലേ, അന്ന് 20 വർഷം മുമ്പുള്ളൊരു കഥ ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല. ഈശോ എനിക്ക് കാണിച്ചു തന്നെയാണ്. എന്നിട്ട് ആ ചേച്ചിക്കുള്ള പ്രശ്ന പരിഹാരം ഈശോ കാണിച്ചു തന്നെയാണ്. ശരിയാണല്ലോ. കാണിച്ചു തന്നിട്ട് ഞാനത് അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഹാപ്പിയായ, ചേച്ചിയുടെ പ്രശ്നം മാറിയ ആണല്ലോ. പക്ഷെ എൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ പിന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്നറിയോ? ഈ ചേച്ചിയുടെ പ്രശ്നം എന്നോട് പറയാനാണ്, ചേച്ചിനോട് പറയാനാണ് ഈശോ കൂടുതൽ ഇഷ്ടം? പറ, മനസ്സിലായ? ഈ ചേച്ചിയുടെ പ്രശ്നം ഇപ്പം എന്നോടല്ല പറഞ്ഞത്, എന്നിട്ട് ഞാനല്ല പറഞ്ഞത്. ഞാൻ ചോദിക്കണത്, ഈ ചേച്ചിയുടെ പ്രശ്നം ചേച്ചീനോട് പറയാനാണ് ഈശോയ്ക്ക് ഇഷ്ടം, എന്നോട് പറഞ്ഞിട്ട് എന്നിലൂടെ ഈശോ ചേച്ചീനോട് പറയാനാണ് ഇഷ്ടം? പറ. ചേച്ചിനോട് നേരിട്ട് പറയാനല്ല ഇഷ്ടം. എന്നിട്ട് പിന്നെ എന്തിനാ എന്നോട് പറഞ്ഞത്? ഈ ചേച്ചി കുത്തിരിക്കാത്തതുകൊണ്ടല്ലേ, ചേച്ചി കേൾക്കാത്തതുകൊണ്ടല്ലേ? മംഗളവാർത്ത കിട്ടിയപ്പോൾ അസ്വസ്ഥയ അമ്മ ആ വഴിക്ക് പോയെങ്കിൽ, മംഗളവാർത്ത കിട്ടിയപ്പോൾ അസ്വസ്ഥയ അമ്മ അവിടെ തന്നെ ഇരുന്നിട്ട് കേൾക്കാൻ തയ്യാറായതുകൊണ്ട് ആ ദൈവീക രഹസ്യം വെളിപ്പെട്ട് അപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി. എൻ്റെ വിഷമം എന്നറിയോ? എൻ്റെ മുമ്പിൽ വരുന്ന ഒരു കൗൺസിലിങ്ങിന് വരുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ജീവിത പ്രശ്നത്തിലുള്ള പരിഹാരം കർത്താവ് ഓൾറെഡി റെഡിയാക്കി വെച്ചേക്കാണ്. ശരിയാണ്. ഈ റെഡിയാക്കി വെക്കുന്ന സംഭവം അവരോട് പറയാനാണ് കർത്താവ് കൊതിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങളെന്താ ചെയ്യണത്? നേരമില്ലല്ല, വേറെ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുകയാണല്ല. എന്നിട്ട് എന്ത് ചെയ്യും? എല്ലാ ഗതികേടും ആയി കഴിയുമ്പോഴേക്കും വരും. അപ്പം ഞാൻ പറയും, അപ്പം ഞാൻ ആ പരിപാടി നിർത്തി. എന്നിട്ട് ഞാൻ പറയണമെന്നറിയോ? നമ്മളോട് ഓരോരുത്തരോടും ഈശോ സംസാരിക്കില്ലേ? സത്യമല്ലേ? അത് നമ്മുടെ യോഗി നോക്കിയിട്ടാണ്. അതാണ് സത്യം.
നമ്മളോട് ഓരോരുത്തരും പറയും. പിന്നെ എന്തിനാണ് ഈ കൗൺസിലിങ്ങിന് പോകണ? തെറ്റല്ലട്ടാ, തെറ്റല്ല. നമ്മളിത് ഇരിക്കാത്തതുകൊണ്ട് പോകേണ്ടി വരുന്നതാ. പക്ഷെ സത്യത്തിൽ നമ്മളോട് കർത്താവ് സംസാരിക്കൂലേ? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. മാഞ്ഞാലി, കുറേ അല്ല ഉദാഹരണം. മാഞ്ഞാലിയിൽ ഇരിക്കുമ്പോഴേ ഞാൻ ഓരോ സെക്കൻഡിലും ഈശോ സംസാരിക്കും, ശരിയല്ലേ? നമ്മൾ എന്താ കേൾക്കാത്തതെന്ന് അറിയാം. ഇന്നിപ്പോൾ ലുലു മാളിൻ്റെ അവിടെ തിരക്ക്, ഭയങ്കര സിഗ്നലും ബഹളമൊക്കെയാണല്ലോ, ഹോണടിയും ബഹളവും. ആ തിരക്കിനിടയിൽ നിങ്ങൾ പോയിക്കും, നിങ്ങൾക്ക് ഒരു ഫോൺ കോൾ വന്നാൽ നിങ്ങൾക്കത് ശരിക്കും കേൾക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ്? ഫോണിൽ ഇൻ്റർനെറ്റ് ഉണ്ട്, ചാർജ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആ ബഹളം കാരണം. പക്ഷെ ഇപ്പം ഇവിടെ സ്വസ്ഥമാണ്, സൈലൻസാണ്. അപ്പോൾ നീ കൃത്യമായിട്ട് കേൾക്കാമല്ല. അപ്പോൾ കർത്താവ് ഓരോ സെക്കൻഡിലും നീ നടക്കണ വഴിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നീ കേൾക്കാത്തത് കർത്താവിൻ്റെ കുറ്റമല്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, ധ്യാനകേന്ദ്രങ്ങളിലെ എല്ലാ ധ്യാനകേന്ദ്രത്തിലുള്ള ആദ്യത്തെ റൂൾ എന്താ? അവിടെ ചെല്ലുമ്പോൾ തന്നെ മൊബൈൽ കൊടുക്കണമല്ല, സൈലൻസ്. കാര്യം എന്താ? അവിടെ അച്ഛൻ വചനമൊക്കെ പറയും. പക്ഷേ അതിനേക്കാളേറെ അച്ഛനിൽ നിന്ന് കേൾക്കുന്നതിനേക്കാളും ദൈവം നിന്നോട് സംസാരിക്കുന്നത് കേൾക്കാനാണ് നീ അവിടെ പോയിരിക്കേണ്ടത്. ദൈവം നമ്മോട് സംസാരിക്കും, ശരിയാണല്ലേ? അതിനാണ് സൈലൻസ്. അപ്പം നമ്മൾ നമ്മുടെ പ്രശ്നം വരുമ്പോൾ നാട്ടോട്ട് ഓടുന്ന നേരത്ത് കർത്താവിൻ്റെ അടുത്തിരിക്കും. അതല്ല അമ്മയെക്കുറിച്ച് പറഞ്ഞത്, മർത്തയെക്കുറിച്ച് പറഞ്ഞത്. മർത്ത, നീ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തിയാണ്. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. അവൾ ഈശോൻ്റെ പാദാന്തികത്തിലിരുന്ന് അവൻ്റെ വചനം കേട്ടു. അപ്പോൾ കർത്താവ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. നമ്മളിത് ശ്രദ്ധിക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നുള്ള പ്രശ്നം. വേറെ ഒന്നുമല്ല. പലവിധ ബഹളത്തിലാണെങ്കിൽ കേൾക്കൂല.